ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശാലിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശാരദാമ്മ ആലോചിക്കുകയാണ്. ഭാമ ജയിക്കാൻ വേണ്ടിയാണ് ശാരദാമ്മ ഈ മത്സരത്തിൽ പങ്കെടുത്തത് തന്നെ. അങ്ങനെ സത്യഭാമയെ 10 ലക്ഷം രൂപയും ട്രോഫിയും വാങ്ങിക്കാനായി ക്ഷണിക്കുമ്പോ ഭാമ സന്തോഷത്തോടു കൂടെ പോവാണ്. അവിടെ കയറി നിന്ന് ഭാമ താൻ ജയിച്ചെന്നുള്ള അഹങ്കാരത്തിൽ നോക്കുമ്പോ ശാരദാമ്മ അത് ഞാൻ വാങ്ങിച്ചതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പഴയ കാര്യം ആലോചിക്കാണ്. അതായത് കുറച്ചു മുമ്പ് സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് സാമ്പാർ കായപ്പൊടി അധികം ഇടും, എന്നെ തോൽപ്പിക്കാൻ ഈ കായപ്പൊടി തന്നെ ധാരാളം എന്നിങ്ങനെ ആലോചിക്കണേ. എന്നിട്ട് രേഖ മേഡം ടേസ്റ്റ് ചെയ്യാൻ വന്ന സമയം അത് ടേസ്റ്റ് ചെയ്ത് രേഖ മേഡം ശാരദാമ്മയെ നോക്കുമ്പോ ശാരദാമ്മ തല താഴ്ത്തുന്നുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഭാമ ഇപ്പോഴും അഹങ്കാരത്തോടെ നോക്കുകയാണ് ശാരദാമ്മയെ. ഇത് കാണുമ്പോ രേഖ മേഡം തന്നെ ജയിപ്പിക്കാൻ ശാരദാമ്മ സ്വയം തോറ്റു തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാരദാമ്മയെ ഇങ്ങനെ നോക്കുക. അങ്ങനെ ശ്രേയ അനൗൺസ് ചെയ്യുന്നതും രേഖ മേഡം ട്രോഫിയും 10 ലക്ഷം രൂപയും സത്യാമ്മയ്ക്ക് കൊടുക്കണേ. അങ്ങനെ ഇപ്പൊ എല്ലാവരും സന്തോഷത്തിലാണേ. ശ്രേയയ്ക്കും എന്ത് പറയുന്നു, ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? ഭാമ പറയും, പ്രതീക്ഷിക്കാത്ത മനുഷ്യരില്ലല്ലോ, ഞാനും പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഭാമ ശാരദാമ്മയെ നോക്കിക്കൊണ്ടാ പറയണത്. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. രോഹിത്തിനൊന്നും സഹിക്കുന്നില്ല, അവിടുന്ന് പോവാണ്. അങ്ങനെ ഭാമ അപ്പോഴും താൻ ജയിച്ചെന്നുള്ള അഹങ്കാരത്തിലാണ് ശാരദാമ്മയെ നോക്കുന്നത് കേട്ടോ. ശാരദാമ്മയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ രേഖ മേഡം ശ്രദ്ധിക്കുന്നുണ്ട്, മേഡത്തിനെല്ലാം മനസ്സിലായി. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടന്റെ അടുത്ത് സുബൈർക്ക വന്ന് ഭാമയെ കാത്തു നിൽക്കുക. ഇതിപ്പോ വിജയായി വരുന്ന സത്യാമ്മയെ കണ്ടിട്ട് പോവാന്ന് കരുതിയിട്ട് അവര് വരുന്നില്ലല്ലോ പിള്ളേ. അങ്ങനെ പിള്ളച്ചേട്ടൻ പറയും, ഒരുപാട് പേരില്ലേ, എല്ലാവരുടെയും ആശംസയൊക്കെ കേട്ട് നിൽക്കായിരിക്കും. പിന്നെ 10 ലക്ഷം രൂപ കിട്ടിയാലേ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോണം, അത് വീട്ടിൽ വെച്ചാലേ ഓരോ ചെലവിനായിട്ട് കയ്യിൽ നിന്ന് പൈസ തീരുന്നത് അറിയില്ല. സുബൈർക്ക് പറയും, അത് സത്യമാണ്, ചില സമയം പണം നമ്മളായിട്ട് വട്ടം ചുറ്റിക്കും. അങ്ങനെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അനൂപിന്റെ കാറ് വരുന്നത്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കണേ. അങ്ങനെ എല്ലാവരും കാറിന്നിറങ്ങും. അനൂപിനെ കാണുന്നതും സുബൈർക്കയുടെ മുഖം മാറാണേ. നൂറാകെ പേടിക്കും. ബാപ്പച്ചി അനൂപിനോടൊന്നും ചോദിക്കില്ലേ, നല്ല പേടിച്ചാ നിൽക്കണത്. അങ്ങനെ ഭാമ അനൂപിനെ അകത്തേക്ക് ക്ഷണിക്കുമ്പോ അനൂപ് പറയും, വേണ്ട സത്യമ്മേ, അത് പിന്നൊരിക്കലാവാം. സുബൈർക്കയെ കണ്ടതുകൊണ്ടാണ്. എന്നാലും മോനെ, ഇവരൊക്കെ പരിചയപ്പെട്ടിട്ട് പോ, എന്നാലും നമ്മളിനി എപ്പോഴെങ്കിലും കാണേണ്ടതല്ലേ, വാ മോനെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണേ. സുബൈർക്കയ്ക്ക് ഇത് ഇഷ്ടായിട്ടില്ല കേട്ടോ അനൂപ് വന്നത്. അങ്ങനെ ഭാമ സന്തോഷത്തോടെ വന്ന് ട്രോഫി കാണിച്ചു കൊടുക്കും. സുബൈർക്ക് അപ്പോഴും അനൂപിനെ നോക്കുമ്പോ അനൂപ് തലതാഴ്ത്തി നിൽക്കണേ. നൂറിനെയും നോക്കുന്നുണ്ട്. ദാ രാഘവേട്ട എന്ന് പറഞ്ഞ് പൈസയും കൊടുക്കുമ്പോ അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, മറവി ഒരുപാടുള്ള ആളാണ് ഞാന്, നാളെ വന്ന് നീ ചോദിക്കുമ്പോ ഞാൻ അറിയില്ലെന്നേ പറയൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് പണം എന്നെ ഏൽപ്പിക്കുകയേ വേണ്ട. അങ്ങനെ ഭാമ അനൂപിനെ പരിചയപ്പെടുത്തി കൊടുക്കണേ. സുബൈർക്ക, ഈ മത്സരത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനായി പലരും ശ്രമിച്ചു. ഞങ്ങൾ അവിടെ എത്താതിരിക്കാൻ വേണ്ടി ഗുണ്ടകളെ വരെ നിർത്തിയിരുന്നു. അവിടെ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചത് ഈ അനൂപ. രാഘവേട്ടൻ പറയും, നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായ കാര്യമാണെങ്കിലേ അതിൽ നമ്മൾ വിജയിപ്പിക്കാൻ ദൈവം തന്നെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തും. അതിനീ മോനെ ഒരു നിമിത്തായെന്നേ ഉള്ളൂ, അല്ലേ മോനെ? അങ്ങനെ ഭാമ ചായ കുടിച്ചിട്ട് പോവാന്നൊക്കെ പറയണേ. സുബൈർക്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അനൂപിന് നിൽക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ ഒരിക്കലാവാൻ സത്യമേ, ഇപ്പൊ അല്പം തിരക്കുണ്ടായിരുന്നു, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് നൂറിനോട് പ്രത്യേകം യാത്ര പറയാൻ നിൽക്കാതെ വേഗം അവിടെ നിന്ന് പോവാ. അനൂപ് പോയി കഴിഞ്ഞാൽ ഭാമ പറയും, നല്ല പയ്യനാ, മിടുക്കൻ, എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ് ഭാമ അവിടെ നിന്ന് പോവാ. പൊന്നിയും നൂറും അകത്തേക്ക് പോകും. രാഘവേട്ടൻ പറയും, ഇരിക്കി സുബൈർ. ഇല്ല, ഞാൻ പോട്ടെ. രാഘവേട്ടൻ പറയും, നൂറ് വന്നിട്ട് ഒരുമിച്ച് പോവാം. അത് വേണ്ട, അവള് തനിയെ വന്നോളും, പണ്ടത്തെ പോലെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, വരാനും പോവാനും കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെയുള്ള പ്രായമായി. രാഘവേട്ടനെ അത് കേൾക്കുമ്പോൾ ഞെട്ടും. അതെന്താ, ഇതെല്ലാം നൂറ് അകത്തൊന്നും കേൾക്കുന്നുണ്ട്. നൂറിനും സങ്കടാവാ. സുബൈർക്ക് പറയും, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് എന്തൊക്കെയോ പറയാതെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. ഇത് രാഘവേട്ടന് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. സുബൈർ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്ന് വിചാരിച്ച് നിൽക്കണേ രാഘവേട്ടൻ അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു കുടുംബശ്രീ വീട്ടിലുണ്ട്. ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സത്യ ചായ കൊണ്ട് വരികയാണേ. അച്ഛൻ നല്ല ടെൻഷനിലാണല്ലോ. അച്ഛാ, ഇത് കുടിക്കച്ചാ, അച്ഛന്റെ ടെൻഷൻ മാറാനാ എന്ന് പറഞ്ഞ് ചായ എടുക്കുമ്പോ വിഷ്ണുവിന് ഭയങ്കര അത്ഭുതം. നല്ല ചിരിച്ച സന്തോഷത്തിൽ ഇത് വാങ്ങിക്കും. എന്താപ്പത്, അപ്പൊ അച്ഛന്റെ മോൾക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പിന്നില്ലേ, അച്ഛന്റെ മോള് വലുതായി. എന്റെ ദൈവമേ, അച്ഛനത് അറിഞ്ഞില്ല കേട്ടാ. അങ്ങനെ വിഷ്ണു ചായ അടിച്ചിട്ട് പറയും, ശാരദാമ്മയുടെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ കുട്ടിക്ക്, നല്ല ചായയാണ്. അത് ശാരദാമ്മ തന്നെ ഉണ്ടാക്കിയതാ, ഞാനൊന്ന് ചൂടാക്കിയേ ഉള്ളൂ. വിഷ്ണു പറയും, എന്നാലും ചൂടാക്കിയ നീയാണല്ലോ, അത് കൊള്ളാം. അച്ഛന്റെ ടെൻഷൻ മാറ്റാനുള്ള ഒറ്റമൂലി കൊള്ളാം. അച്ഛന്റെ ചുന്ദരിവാവല്ലേ എന്ന് പറഞ്ഞ് ഒരു ഉമ്മയും കൊടുക്കുക. അപ്പോഴേക്കും ഒരു ഓട്ടോ അങ്ങോട്ട് വരും. നോക്കുമ്പോ കമലിനും ശാരദാമ്മയാ വരുന്നത്. അങ്ങനെ ശാരദാമ്മ വന്ന്, ആഹാ, ധാരാ ചായ ഇട്ട് കൊടുത്തത് ഞാനാന്ന് സത്യം പറയുമ്പോ ശാരദാമ്മ ഒരു ഉമ്മ കൊടുക്കും. മോനെ, സത്യാമ്മയെ ജയിച്ചത് വിഷ്ണു പറയും, ഞാൻ അറിഞ്ഞു, കമലം വിളിച്ചിരുന്നു, കടുത്ത മത്സരമായിരുന്നു, സത്യാമ്മ മത്സരിച്ച് തന്നെയാ ജയിച്ചത്, ഈ ജയം അവർ ആഗ്രഹിച്ച് തന്നെ വന്നത്, അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും ഭക്ഷണ രുചി എന്റെ ഈ നാവൻ തുമ്പിലുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തില് ശാരദാമ്മയുടെ കഴിവെന്തായാലും എന്റെ അമ്മയ്ക്കില്ല, അത് സത്യ, അതെനിക്കും അറിയാം, അവിടെ കൂടിയിരുന്നവർക്കും അറിയാം. എന്നിട്ടും എങ്ങനെയാ
എന്റെ അമ്മയോട് ജയിച്ചത്. ശാരദാമ്മ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കും. ശേഷം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മോളുവാ എന്ന് പറഞ്ഞ് സത്യയെ കൂട്ടി അകത്തേക്ക് പോവാണ്. ശാരദാമ്മ തോറ്റു കൊടുത്തതാണെന്ന് വിഷ്ണുവിനും കമലിനും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആശാനെ, വിഷ്ണു പറയും, ജയിപ്പിച്ചതാടാ. എല്ലാവരും കൂടി എന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി എന്റെ അമ്മയെ ജയിപ്പിച്ചതാണ്. അത് രേഖാ മേഡത്തിനും അറിയാം. രേഖാ മേഡവും പോകുന്ന സമയത്ത് കാലിലിരുന്ന് ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. ശാരദാമ്മയുടെ ആ വലിയ മനസ്സ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു തിരികെ വീട്ടിലെത്തിയിരിക്കുക. രാഘവേട്ടൻ പറയും, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേടാ, ഞാൻ അറിഞ്ഞു വെച്ചാ എന്ന് പറഞ്ഞ അവിടെ ആ സ്റ്റെപ്പില് രാഘവേട്ടന്റെ അടുത്ത് വന്നിരിക്കും. അതാ മോനെ, കാര്യങ്ങളെല്ലാം നീ നോക്കണം. എല്ലായിടത്തും അമ്മയ്ക്ക് ഇങ്ങനെ ഓടി നടക്കാനൊന്നും കഴിയില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യണം, പിന്നെ ഏത് ഡോക്ടറെ കാണണം, എല്ലാം നീ അന്വേഷിക്കണം എന്ന് പറഞ്ഞ വിഷ്ണു ഇങ്ങനെ തലയാട്ടാ. അങ്ങനെ രാഘവേട്ടൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാഘവേട്ടാ എന്ന് ദേഷ്യത്തോടു കൂടെ വിളിച്ച് ഭാമ അങ്ങോട്ട് വരാ. രാഘവേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? നിങ്ങളെ കുട്ടി ഹോസ്പിറ്റലിൽ പോവാൻ ഇവനുണ്ടായിരുന്നോ? അവനുണ്ടായിരുന്നോന്നേ? അല്ല ഭാമേ, അവന്റെ ജോലി. ഭാമ പറയും, എന്ത് ജോലിയാ? ബാക്കി ഒരു മക്കളും ജോലിക്ക് പോയിക്കൊണ്ട് അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കുന്നില്ലേ? ഇതല്ല, അവൻ നമ്മൾ ആവശ്യമില്ല. ഇത് എന്റെ അച്ഛനും അമ്മയാണ്, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. വിഷ്ണു പറയും, അമ്മ പറയുന്നിട്ടാ തോന്നല്ലോ ഞാൻ എന്റെ തന്നിഷ്ടത്തിന് നടക്കണമെന്ന്. ഹോസ്പിറ്റലിൽ അച്ഛനെ കൊണ്ടുപോയത് അമ്മ തന്നെയാ. സമ്മതിച്ചു, അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, അതെന്റെ തെറ്റാണ്, സമ്മതിച്ചു. എന്ന് കരുതി നിങ്ങളോട് സ്നേഹമില്ലെന്ന് പറയരുത്. ഞാൻ പറയും, ഒരു 100 വട്ടം പറയും. അതിന് കാരണമുണ്ടടാ. ഈ മത്സരത്തിൽ ഞാൻ പങ്കെടുത്ത എന്തിനാണെന്നറിയോ? ദാ നിന്റെ ഈ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി. ദാ ഞങ്ങളെല്ലാവരും അന്യ വീട്ടിൽ ആ കൊച്ചുവരെ കൂടെ ഒപ്പം നിന്നപ്പോഴേ നീ ആർക്കൊപ്പം നിന്നത്? ശാരദയ്ക്കൊപ്പം. ഞങ്ങളെ സഹായിക്കാൻ ഒരു ബന്ധവും ഇല്ലാത്തൊരു പയ്യൻ വരേണ്ടി വന്നു. ഇതിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടടാ. നിനക്ക് ഞങ്ങൾ തന്തയും തള്ളയും വേണ്ട. നിന്റെ ചോറ് ഇവിടെയും കൂറ അവിടെയാ. നീ ഇവിടെ താമസിക്കേണ്ടവനല്ല. ചെന്ന് ശാരദയുടെ വീട്ടിൽ പുറത്തോ, അച്ചി വീട്ടില്. അച്ചിയുടെ പാവാടക്കാരിൽ തൂങ്ങുന്നവനെ നല്ലത് എന്ത് പറഞ്ഞെടുത്തിട്ട് കാര്യമില്ല. 12 കൊല്ലം പട്ടിയുടെ വാരെ കുഴലിലിട്ടാലും അത് വളഞ്ഞിരിക്കുന്നു പറയുന്നത് പോലെയാ നിന്റെ കാര്യം. നീ നന്നാവില്ലടാ, ഒരിക്കലും നന്നാവില്ല. ഇങ്ങനെയുള്ളൊരു മകൻ എന്തിനാ ഞങ്ങൾക്ക് എന്നൊക്കെ വിഷ്ണുവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടാ ഭാമ അവിടുന്ന് പോകുന്നത്. വിഷ്ണുവിന് നല്ല സങ്കടമായിട്ടുണ്ട് രാഘവേട്ടനും. എന്തൊക്കെയാ ചെയ്യ അമ്മ ഈ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായി അമ്മ വിളിച്ചു പറയുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ? ഞാനൊരു മനുഷ്യനാണ്. കുറ്റങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോഴേ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളും അവർ മനസ്സിലാക്കണം. അത് അമ്മ വലുത് അറിയുന്നുണ്ടോ? ഇല്ല. രാഘവേട്ടൻ പറയും, എടമോനെ, നിനക്കറിയാലോ എന്റെ അസുഖത്തെക്കുറിച്ച്. ചില സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നൊരവസ്ഥയാ. എന്റെ മനസ്സും ശരീരവും ഞാൻ നിയന്ത്രിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല. അതിന്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും ഭാവയ്ക്കുണ്ട്. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങൾക്കറിയാലോ നിന്നെ, അഥവാ അവക്കറിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഇടനെഞ്ചിൽ ശാലിനി ഉണ്ടെങ്കിൽ ആ ഉള്ളിന്റെ ഉള്ളില് നിന്റെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. കാരണം നിന്റെ ഉള്ളിൽ മറ്റാരെക്കാളും നന്നായിട്ട് ഈ അച്ഛൻ അറിയുന്നുണ്ടടാ. എനിക്ക് വേണ്ടി തേങ്ങാതെ തേങ്ങുന്ന നിന്റെ ഈ മനസ്സ് അതിശക്തമായി ഈ അച്ഛൻ കേൾക്കുന്നുണ്ട്. അച്ഛനറിയാല്ല. അതുകൊണ്ട് എന്റെ മോനൊന്നും അമ്മ പറയുന്ന ഒന്നും തന്നെ കാര്യമാക്കണ്ട. വിഷ്ണു സങ്കടത്തോടു കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റാ. എന്നിട്ട് കണ്ണീരൊക്കെ തുടച്ചിങ്ങനെ നിൽക്കുമ്പോ രാഘവേട്ടനും എഴുന്നേറ്റ് അടുത്തേക്ക് വരും. എന്താടാ ഇത്? ആണുങ്ങൾ കരയരുത്. കരയാൻ പാടില്ലടാ. ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന ഉപദേശാ. പക്ഷെ പല സന്ദർഭത്തിലും എന്റെ കയ്യിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതുപോലെ നിനക്ക് സംഭവിക്കരുത്. എന്റെ മോൻ ആണായിട്ട് തന്നെ നിൽക്കണം. തലയുയർത്തി പിടിച്ചനെ. രാഘവന്റെ മോനാടാ നീ. അച്ഛൻ ഒരുപക്ഷെ ജീവിതത്തിൽ പരാജയമായിരിക്കാം. പക്ഷേ എന്റെ മോൻ അങ്ങനെ ആയിരിക്കരുത്. മോന്റെ കണ്ണീര് കണ്ട് അച്ഛന്റെ ജീവൻ പോയാലേ അതിൽ പരം അച്ഛന്റെ ആത്മാവിന് സങ്കടപ്പെടാനുണ്ടോ? സന്തോഷത്തോടു കൂടെ മകൻ നിൽക്കുന്നത് കണ്ടുകൊണ്ട് പോകുമ്പോഴാ ഏതച്ഛന്റെ ജീവിതവും സഫലമാവുന്നത്. എന്നെ നീ അങ്ങനെ പറഞ്ഞയക്കാവൂ. അങ്ങനെ ആയിരിക്കണം. ഒരു മകൻ അച്ഛനോട് കാണിക്കേണ്ട കടമയെ. വിഷ്ണുവിന്റെ സങ്കടം ഇരട്ടിയാവാണേ. കണ്ണു തുറക്കടാ. അങ്ങനെ വിഷ്ണു അച്ഛന്റെ മുഖത്ത് നോക്കി ഒന്ന് ചെറുതായി ചിരിച്ചുകൊണ്ട് ആ കണ്ണുനീര് തുടച്ചു മാറ്റും. നീ ഒന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച്. അപ്പൊ വിഷ്ണു അച്ഛനെ കെട്ടിപ്പിടിക്കും. എനിക്ക് എന്നെ സന്തോഷ. കാരണം എനിക്ക് ദൈവം ഇങ്ങനെ ഒരു അച്ഛനല്ലേ തന്നത്. പിന്നെ ഞാൻ എന്തിനും സങ്കടപ്പെടുന്നത്? സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞോളാം, ഞാൻ രാഘവൻ നായരുടെ മകനാണെന്ന്. എന്നെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. രാഘവേട്ടൻ പറയും, മതിയടാ, അച്ഛനിത് മാത്രം മതി എന്ന് പറഞ്ഞ വിഷ്ണുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ വിഷ്ണു അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഭാഗം കഴിയുന്നത്. മുമ്പൊരിക്കലെ സത്യഭാമയെ തോക്ക് കയ്യിൽ വെച്ചതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അതുപോലെ ഇപ്പോ അതൊരു കാര്യമില്ലാത്ത കാരണം ഉണ്ടാക്കിയിട്ട് ബോസ് ചെയ്യിച്ചതാ. പക്ഷെ ഇന്നിപ്പോ മദ്യവിൽപ്പന രോഹിത്തിന് അതൊരു ബിസിനസ്സാണ്. പക്ഷെ അത് ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസുകാരെ കയ്യോടെ പിടിച്ചിട്ട് രോഹിത്തിന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇനി ഒരു പക്ഷേ രോഹിത് നന്നാവാനുള്ള എല്ലാം തിരിച്ചറിയുന്ന ഒരു ഭാഗമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാരണം ജയിലിലായി കഴിഞ്ഞാല് സുസ്മിതയോ ചന്ദ്രബോസോ എന്തിനെ ഉപേന്ദ്രൻ പോലും തിരിഞ്ഞു നോക്കില്ല. കാരണം ഇങ്ങനൊരു അറസ്റ്റ് എന്ന് വേണമെങ്കിലും വരാമെന്ന് ഇവർക്കറിയാലോ. അതുകൊണ്ടാണ് ആ വീടും സ്ഥലമൊക്കെ രോഹിത്തിന്റെ പേരിൽ വാങ്ങിച്ചത്. എല്ലാം മനസ്സിലാക്കി രോഹിത്തിനെ ചിലപ്പോൾ രക്ഷിക്കാൻ പോകുന്നത് ഇനി ശാലിനി തന്നെയാകാം. അപ്പോൾ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് വിഷ്ണു പുതുതായി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷയായിട്ട് ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ കുറുപ്പ് സാറും ഉണ്ട്. ശാലിനി ക്ഷേത്രത്തിലും പോയി വന്നിരിക്കുകയാണ്.
കുട്ടികളെ സത്യയും പപ്പയും അടുത്തുണ്ട്. അങ്ങനെ ശാരദാമ്മ തന്നെ ആ ഓട്ടോ ആരത് ഒഴിഞ്ഞു കൊടുക്കണേ. അങ്ങനെ അവരുടെ ജീവിതം പതിയെ പതിയെ നല്ല നിലയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്